കുറുവ സംഘത്തെ ഭയന്ന കൊച്ചി നഗരത്തിലും പോലീസ് പരിശോധന ശക്തമാക്കി. 100 പോലീസുകാരുടെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിലാണ് കോബിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളം കുണ്ടന്നൂരിൽ പിടിയിലായ സന്തോഷിനെ രക്ഷപ്പെടാൻ സഹായിച്ച സ്ത്രീയെയും മാതാവിനെയും കരുതൽ തടങ്കലിന് ശേഷം വിട്ടയച്ചു. ഇതേസമയം ചേന്നമംഗലത്ത് കഴിഞ്ഞ 13-നെത്തിയ മോഷ്ടാക്കളുടെ കൂടുതൽ ദൃശ്യങ്ങളും പുറത്തുവന്നു. എറണാകുളം പറവൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന കവർച്ചാശ്രമത്തോടെയാണ് കൊച്ചിയിലും കുറുവ സംഘ ഭീഷണി ശക്തമായത്. എന്നാൽ പറവൂരിലെത്തിയ മോഷണ സംഘത്തിനെ കണ്ടെത്താനായുള്ള അന്വേഷണം ഊർജിതമാണെന്നും ഇന്നലെ കുണ്ടന്നൂരിൽ നിന്ന് പിടിയിലായ സന്തോഷാണോ പറവൂരിൽ എത്തിയതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ആലുവ റൂറൽ SP വൈഭവ് സക്സേന പറയുന്നു. നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. നമ്മുടെ കയ്യിലെ കുറിച്ച് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റിട്ടില്ല. തീർച്ചയായിട്ടും ഉടൻ തന്നെ കുറിച്ച് റിസൾട്ട് എനിക്ക് പറയാൻ പറ്റിട്ടില്ല. അത് കാരണം അത് നമ്മുടെ കേസല്ല. സോ ഐ കനോട്ട് കമന്റ് ഓൺ ദാറ്റ്. ദാറ്റ് ഓൺലി ആലപ്പി DPC ക്യാൻ കൺഫേം. ഐ കനോട്ട് കൺഫേം. കുറുവ സംഘങ്ങളുടെ സാന്നിധ്യം സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചതോടെ കൊച്ചി നഗരത്തിലടക്കം പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. രാത്രിയിൽ പ്രത്യേക പരിശോധനകൾ നഗരത്തിലുടനീളം നടത്താനാണ് പോലീസ് തീരുമാനം. 100 പോലീസുകാരുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ കോമ്പിംഗ് നടത്താനും പോലീസ് തീരുമാനിച്ചു. ഇന്നലെ എറണാകുളം കുണ്ടന്നൂരിൽ നിന്നും പിടിയിലായ സന്തോഷ് കുറുവ സംഘത്തിൽ പെട്ടയാളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സന്തോഷിനെ രക്ഷപ്പെടാൻ സഹായിച്ച സ്ത്രീയെയും മാതാവിനെയും കരുതൽ തടങ്കലിന് ശേഷം വിട്ടയച്ചു. ജനം, കൊച്ചി.